2.5 കിലോമീറ്റർ സഞ്ചരിച്ച് 4 പഞ്ചായത്തും 4 പോലീസ് സ്റ്റേഷനും ഒക്കെ കവർ ചെയ്ത് അങ്ങനെ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. പക്ഷി നമ്മുടെ മുന്നേ പറക്കുന്നുണ്ട് കേട്ടോ. ഒരു കോട്ടക്കണക്കിന് പക്ഷികളെ കാണാൻ പറ്റും. അതേ 2 പാടാണ് അപ്പുറം ഇപ്പുറം കിടക്കുന്നത്. രണ്ടിടത്തും വെള്ളം കയറ്റിയിട്ടിരിക്കുക. കൃഷി തുടങ്ങിയിട്ടില്ല. കണ്ടാൽ മതി വരാത്തത്രയും പക്ഷികൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കണ്ടോ. ഒന്ന് അങ്ങോട്ട് നോക്കി എന്നാ രസമാണ്. ഈ ഇടയ്ക്ക് ഒരു ഒറ്റം പ്രതിയെ കുറേ പക്ഷി വീങ്ങി. ഇത് ഈ 2.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകതകൾ അത് വേറെ എങ്ങും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നി. ഇവിടെ ഒരു കുരിശടി പണിതിരിക്കുന്നു. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇതില്ലായിരുന്നു കേട്ടോ. ഇത് പുതുതായിട്ട് പണിതത്. ഇന്ന് ഒരു ചെറിയ യാത്രയാണ്. അതായത് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രയുടെ ദൂരം എന്ന് വെച്ചാൽ 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യം ഞാൻ ഉറപ്പു തരാം. 2.5 കിലോമീറ്ററേ ഉള്ളൂവെങ്കിലും ഇവിടെ ഈ 2.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകതകൾ അത് വേറെ എങ്ങും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടെ മാത്രമേ ഉള്ളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് എന്താണ് ആ പ്രത്യേകത എന്ന് ഞാനൊന്ന് ഒരു ഔട്ട്ലൈനായിട്ട് പറയാം. അതായത് വെച്ചാൽ ഈ 2.5 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് 3 നദികൾ, അതിന് കുറുകെ 3 പാലങ്ങളുണ്ടാവുമല്ലോ. ആ 3 പാലങ്ങൾ, ഈ 2.5 കിലോമീറ്ററിൽ 3 പാലങ്ങളെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മറ്റ് പലയിടത്തുമൊക്കെ ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് വലിയ പ്രത്യേകത എന്നുള്ള കാര്യമല്ല. പലയിടത്തും ഉണ്ട്. 2 കിലോമീറ്ററിനുള്ളിൽ ചിലപ്പോൾ 3 പാലങ്ങളുണ്ടാകാം. പക്ഷേ ഈ 2.5 കിലോമീറ്റർ 3 പാലങ്ങൾ കടക്കുമ്പോഴത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് 4 പഞ്ചായത്തിൽ കൂടെയും 4 പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലും കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതാണ് ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഒരു അതായത് വെച്ചാൽ 2.5 കിലോമീറ്ററിനുള്ളിൽ 4 പഞ്ചായത്തും 4 പോലീസ് സ്റ്റേഷനും ഒക്കെ കടന്നു പോകുന്ന വേറെ സ്ഥലം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഞാൻ ഏതായാലും ആ സ്ഥലത്ത് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. സ്ഥലം ഏതാണെന്ന് ഞാൻ പറയാം. നമ്മുടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗമായിട്ടുള്ള, അതായത് വേമ്പനാട് കായലിനോട് ചേർന്നിട്ടുള്ള കുമരകം എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. കാര്യം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണ് കുമരകം എന്ന് പറയുന്നത്. ആ കുമരകത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള ചീപ്പുങ്കൽ, കവണാറ്റിങ്കര, അങ്ങനെയുള്ള ആ പ്രദേശങ്ങൾ, അവിടുത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ നിങ്ങളോട് വിശദീകരിച്ച് തരണമെന്നുള്ളത് ഞാൻ ആ യാത്രയിൽ കൂടെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ പ്രത്യേകത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊരു കമൻ്റായിട്ടും രേഖപ്പെടുത്തണം. പിന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയിലേക്ക് പോകാം. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വലിയ ജാഥകളും പര്യടനങ്ങളും ഒക്കെ നടത്തുന്നതൊക്കെ എന്ന് വെച്ചാൽ വടക്കുന്ന് തെക്കോട്ടാണ് നടത്തുന്നത്. ഒരെണ്ണം പോലും തെക്കുന്ന് വടക്കോട്ട് പോയിട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര ഇതിപ്പം വടക്ക് ദിശയിൽ നിന്നും തെക്കോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡെന്ന് പറയുന്നത് വൈക്കത്ത് നിന്ന് കോട്ടയത്തേക്കുള്ള റോഡാണ്. അതായത് കുമരകം വഴി കോട്ടയത്തേക്കുള്ള റോഡ്. അപ്പോൾ നമ്മൾ പോകുന്ന ഈ സ്ഥലം വൈക്കം താലൂക്കിലാണ്. വൈക്കം താലൂക്കിലെ വെച്ചൂർ പഞ്ചായത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലം വൈക്കം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 4 പഞ്ചായത്തും 4 പോലീസ് സ്റ്റേഷനിലും ഒന്നാമത്തെ സ്ഥലമാണ് ഈ കാണുന്നത്. വൈക്കം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലും വെച്ചൂർ പഞ്ചായത്തും. ഒരു പഞ്ചായത്ത്, ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധി. അപ്പം നമ്മൾ അങ്ങനെ നേരെ വന്നിട്ട് ആദ്യത്തെ പാലത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് കൈപ്പഴമുട്ട് പാലം. നമ്മളിത് ആ കൈപ്പഴമുട്ട് പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് കൈപ്പഴമുട്ട് പാലം. ഇതിൻ്റെ അടിയിൽ കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. അതിന് പറയുന്ന പേര് കൈപ്പഴയാറെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3 നദികളും മീനച്ചലാറിൻ്റെ കൈവഴികളാണ്. അപ്പം ഇതിൻ്റെ അടിയിലുള്ള നദിയുടെ പേര് കൈപ്പഴയാറ്. ഇത് കൈപ്പഴമുട്ട് പാലം. നമുക്ക് ഈ പാലം ഇറങ്ങിയിട്ടൊന്ന് താഴത്തേക്കൊന്ന് ഇറങ്ങാം. പാലം കയറി ഇറങ്ങുന്ന വേറൊരു പഞ്ചായത്തിലേക്കാണ്. അത് ഞാൻ പുറകെ പറയാം. അപ്പോൾ ഇവിടുന്ന് വണ്ടി അവിടുന്ന് കയറി വരുന്നുണ്ട്. നമുക്ക് നേരെ താഴത്തോട്ടിറങ്ങാം. തിരിയട്ടെ. അതെ, ഇവിടെ ഇത് കണ്ട ഇങ്ങോട്ട് നമുക്ക് താഴത്തോട്ട് ഇറങ്ങാം. ഇവിടെ
നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈപ്പഴയാറിൻ്റെ തെക്കേക്കരയിലാണ്. ഈ തെക്കേക്കര എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 4 പഞ്ചായത്തിൽ രണ്ടാമത്തെ പഞ്ചായത്തായ ആർപ്പുക്കര പഞ്ചായത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനും മാറി അതേ ഒരു ചെറിയ വെള്ളം വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പോലീസ് സ്റ്റേഷൻ മാറി. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതിൻ്റെ വടക്കേ കര, ഇപ്പം നമ്മൾ അപ്പുറത്ത് കാണുന്ന കര എന്ന് പറയുന്നത് വെച്ചൂർ പഞ്ചായത്തും വൈക്കം പോലീസ് സ്റ്റേഷനുമാണ്. നമ്മൾ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ആർപ്പുക്കര പഞ്ചായത്തും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി ഈ കൈപ്പഴയാറിൻ്റെ ഈ തീരത്ത് നിന്ന് നമുക്ക് അടുത്ത പാലത്തിലേക്ക് നമുക്ക് പോകാം. ആ പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ ഒരു 25 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഗതാഗത സൗകര്യം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടുമുള്ളൊരു കാര്യമാണ്. അന്ന് ഈ കൈപ്പഴയാറിൻ്റെ കുറുകെ ഇന്നത്തെ ഈ കോൺക്രീറ്റ് പാലം ഇല്ലായിരുന്നു. തടി കൊണ്ടുണ്ടാക്കിയ ഒരു പാലമായിരുന്നു, ഒരു നടപ്പാലം. ആ പാലം ഇറങ്ങി വേണം നമ്മളിവിടെ വരാനായിട്ട്. ഇവിടുന്ന് അടുത്ത പാലമായിട്ടുള്ള ചീപ്പിങ്ക പാലത്തിലേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അന്ന് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ആർപ്പുക്കര പഞ്ചായത്തിൽ, അതായത് കൈപ്പഴമുട്ട് പാലം ഇറങ്ങി വരുന്ന അവിടെ കുറച്ച് ഓട്ടോറിക്ഷകളുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ കൊണ്ടുവന്ന് ചങ്ങാടത്തിലൊക്കെ കയറ്റി ഇവിടെ ഇട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷയിൽ വേണം നമുക്ക് ചീപ്പുങ്കൽ വരെ പോകാനായിട്ട്. ചീപ്പുങ്കൽ പാലവും അന്ന് പണിതിട്ടില്ലായിരുന്നു. അവിടം വരെ ഓട്ടോറിക്ഷയ്ക്ക് ചെന്നിട്ട് ചീപ്പുങ്കൽ പാലത്തിൻ്റെ ഇപ്പം ഉള്ള പാലത്തിന്, അന്ന് അവിടെ പാലം ഇല്ലായിരുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ കടത്തായിരുന്നു. ആ ചീപ്പുങ്കൽ പാലം ഇപ്പോൾ പണിതിരിക്കുന്ന ആ ഒരു നദിയുടെ പേര് പെണ്ണാറ് തോടെന്നാണ്. അപ്പോൾ ഈ പെണ്ണാറ് തോട്ടിൽ കടത്തായിരുന്നുണ്ടായിരുന്നു. ഈ കടത്തിറങ്ങി നമ്മൾ ചീപ്പുങ്കലിൻ്റെ അപ്പുറത്തെ കരയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അവിടെ കോട്ടയത്തു നിന്നുള്ള ബസ്സുകൾ ഉണ്ടാകും. അവിടുന്ന് ആ ബസ് കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അന്ന് എങ്ങനെയാണ് വന്നിട്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈക്കത്തു നിന്നും ചേർത്തലയിൽ നിന്നൊക്കെ വരുന്നവർ കൈപ്പഴമുട്ട് വരെ ബസ്സിന് വന്നിട്ട് ഒരു പാലം കയറി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് അവിടുന്ന് വന്ന് ഒരു കടത്തിറങ്ങിയിട്ട് വേണം കോട്ടയം ബസ്സിന് കയറാനായിട്ട്. ഇതായിരുന്നു അന്ന് ഉണ്ടായിരുന്ന ഒരു ഗതാഗത സൗകര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പാലമായിട്ടുള്ള ചീപ്പുങ്ക പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി വെക്കാം. നമ്മൾ ബൈക്ക് അവിടെ ആ പാലത്തിൻ്റെ സൈഡിൽ ഒതുക്കി വെച്ചത്. ഇനി നമുക്ക് പാലത്തിലേക്ക് കയറാം. ഇത് പാലത്തിൻ്റെ അക്കരെ ഒരു തണൽമരം നിൽക്കുന്നുണ്ട്, ഒരു പച്ച കൂടാരം പോലെ നിൽക്കണല്ലേ. ഇത് ചീപ്പുങ്ക പാലത്ത് നിന്ന് നമ്മൾ കിഴക്കോട്ട് നോക്കുമ്പോഴത്തേക്കുള്ള കാഴ്ചയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദിയുടെ പേര് പെണ്ണാർതോടെന്നാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് ആ കാണുന്നത് ചീപ്പുങ്കൽ ബോട്ട് ജെട്ടിയാണ്. അതായത് ഈ പെണ്ണാർ തോട്ടിൽ കൂടി ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അതായത് ആലപ്പുഴ ജില്ലയിലെ കണ്ണങ്കരയിൽ നിന്നും കോട്ടയം ജില്ലയിലെ മണിയാപറമ്പിലേക്ക് പോകുന്ന ഒരു ബോട്ട് സർവീസ് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഈ പാലത്ത് നിന്ന് പടിഞ്ഞോട്ട് നോക്കുമ്പോഴത്തേക്ക്, അതായത് വേമ്പനാട് കായലിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കുള്ള കാഴ്ചയാണ്. ഇപ്പം ഇതിന്റെ പെണ്ണാർ തോട്ടിൽ നല്ല ഒഴുക്കാണ്. മഴയുണ്ടായിരുന്ന കാരണം കിഴക്കൻ വെള്ളം നല്ല ശരിക്ക് വരുന്നുണ്ട്. ഈ കാണുന്ന ഇതിന്റെ, നമ്മൾ ഈ പാലത്തിന്റെ അവിടെ നിന്ന് പടിഞ്ഞോട്ട് നോക്കുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മൾ നേരത്തെ പോകുന്ന ആർപ്പുക്കര പഞ്ചായത്തും ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന്റെ പരിധിയുമാണ്. ഇവിടുന്ന് ഇനി പാലത്തിന്റെ തെക്കേ സൈഡ്, ഈ ഹൗസ് ബോട്ടൊക്കെ കിടക്കുന്ന ഭാഗം കണ്ട ഈ പാലം ഇറങ്ങി നമ്മൾ തെക്കോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ കിടക്കുന്നത് കോട്ടയം ജില്ലയിൽ തന്നെയുള്ള ഐമനം ഗ്രാമപഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലേക്കുമാണ് നമ്മൾ ഈ പാലം ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് കിടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ആ 3 ഏകദേശം അവിടെ നിന്ന് നമ്മളിപ്പോൾ വന്നിട്ട് കൈപ്പഴമുട്ട് പാലത്തിൽ നിന്ന് ഇവിടെ വരെ 1 കിലോമീറ്ററേ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് 3ാമത്തെ പഞ്ചായത്തിലേക്കും 3ാമത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്കുമാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നമ്മളിനി ഇവിടുന്ന് അടുത്ത പാലത്തിലേക്കുള്ള യാത്ര തുടങ്ങിയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 1 കിലോമീറ്ററാണ്. ആ 1 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴത്തേക്ക് നമ്മൾ 2 പഞ്ചായത്തിന് 2 പോലീസ് സ്റ്റേഷൻ പിന്നിട്ട് ഇപ്പം നമ്മളിത് 3ാമത്തെ പഞ്ചായത്തിലേക്കും 3ാമത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്കുമാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പാലം എന്ന് പറയുന്നത് കവണാറ്റിങ്കര പാലം. അതിൻ്റെ താഴെ ഒഴുകുന്ന നദിയുടെ പേര് കവണാർ എന്നാണ്. കൈപ്പഴയാറ്, പെണ്ണാറ്, കവണാറ്, ഇത് 3ഉം മീനച്ചലാറിൻ്റെ കൈവഴികളാണ്. അതുപോലെ തന്നെ ഈ ഒരു വഴി പോകുമ്പോഴത്തേക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളിപ്പോൾ തെക്കോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരുപാട് തണൽ മരങ്ങളുണ്ട്.
അതായത് നമ്മൾ ഈ പൊള്ളാച്ചി ആനമല റൂട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് കാണാം, അത് റോഡിൻ്റെ ഇരുവശവും ഇങ്ങനെ തണൽ മരവും പുളിയൊക്കെ പടർന്നു നിന്നിട്ടൊരു പച്ച കൂടാരത്തിൻ്റെ അകത്തുകൂടി പോകുന്നൊരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു വശത്തേ ഉള്ളൂ, എങ്കിലും അതിൻ്റേതായിട്ടൊരു ചെറിയ ഫീലൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരുപാട് ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം കുമരകം ബാക്ക് വാട്ടർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. നമ്മളിതേ കവണാറ്റിങ്കര പാലത്തിലേക്ക് എത്തി. ഈ കാണുന്ന റോഡ് വഴി നമുക്ക് താഴത്തോട്ടിറങ്ങാം. ഈ വഴി അങ്ങോട്ട് പോവാം. അപ്പം നമുക്ക് ഇത് നേരെ ആറ്ററമ്പിലേക്കാണ് ചെല്ലുന്നത്. നമുക്കിത് ഈ വണ്ടി ഈ ഭാഗത്ത് ഇവിടെ ഒതുക്കി വെക്കാം, എന്നിട്ട് നമുക്ക് പാലത്തിൻ്റെ കാഴ്ച കാണാം. ഇത് കേയാൻ പാർക്കാണ്, ആരെങ്കിലും വന്ന് കാശി ഒതുക്കുക. ഇവിടെ ഒരു ചെറിയ പാലം കണ്ട, ഇതിലേക്ക് കയറി നിൽക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ആ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്നത് അതാണ് കവണാറ്റിങ്കര പാലം. ഈ ഒഴുകുന്ന നദിയാണ് കവണാറ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഭാഗം ഐമനം പഞ്ചായത്തും കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെയും ഭാഗമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4ാമത്തെ പഞ്ചായത്തായിട്ടുള്ള കുമരകം പഞ്ചായത്തും കുമരകം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലും പെട്ട സ്ഥലമാണ്. നേരെ അക്കരെ കാണുന്ന ആ ഹൗസ് ബോട്ടും ഷിക്കാര വെള്ളമൊക്കെ കിടക്കുന്നത്. ഹൈവേ മലയാള സിനിമയ്ക്കകത്ത് ജനാർദ്ദനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ആ സിനിമയിൽ ഒരു കുഗ്രാമത്തെ കാണിച്ചിട്ട് പുള്ളി ചോദിക്കുകയാണ്, ഇതെന്തുവാടോ ഇത് ഒരുമാതിരി കവണാറ്റിങ്കര പോലെ ഒരു ആള് കയറാ പ്രദേശമാണല്ലോ എന്ന്. ശരിയാ, അന്ന് ആ ഒരു സമയത്തൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിവിടെ വള്ളത്തിലൊക്കെ വരുമായിരുന്നു. ആ സമയത്തൊന്നും ഇവിടെ അങ്ങ് ഒരു മാനും മനുഷ്യനും ഇല്ലാത്ത സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ഇത്. ജനാർദ്ദനൻ ഈ ഉല്ലലക്കാരനായതുകൊണ്ട് പുള്ളിക്ക് അത് നേരിട്ട് അറിയാവുന്ന കാര്യം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡയലോഗ് ആ സിനിമയ്ക്കകത്ത് വന്നത്. പിന്നെ ഈ പഞ്ചവടി പാലം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അത് ഈ കവണാറ്റിങ്കര പാലത്തിലാണ് അന്ന് പഞ്ചവടി പാലമായിട്ട് കാണിച്ച് ഷൂട്ട് ചെയ്തിരുന്നത്. നമ്മൾ ഈ കവണാറ്റിങ്കര പാലം ഇറങ്ങി കുമരകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക്, കുമരകം പഞ്ചായത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ കുമരകം ബേർഡ് സാഞ്ചുറിയാണ്. അവിടെ KTDCയുടെ ബിയർ പാർലറും കോട്ടേജുകളും ഒക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ടാജ് വിവാന്ത, അത് കഴിഞ്ഞുടനെ തന്നെ KVK എന്ന് വെച്ചാൽ കൃഷി വിജ്ഞാന കേന്ദ്രം. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഒരു റിസർച്ച് സെൻ്ററും അവരുടെ അഗ്രികൾച്ചർ സാധനങ്ങളൊക്കെ പ്രോഡക്റ്റൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കൗണ്ടറും ഒക്കെ അവിടെ ഉണ്ട്. ഒരു സ്പീഡ് ബോട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു, അകത്ത് നല്ല സീറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. നമ്മളങ്ങനെ ഐമനം ഗ്രാമപഞ്ചായത്തിനോടും കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനോടും വിട പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഗ്രാമപഞ്ചായത്തിലേക്കും അടുത്ത പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലേക്കും നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതുവരെ നമ്മൾ ആ യാത്ര തുടങ്ങിയിട്ട് 2 കിലോമീറ്ററാണ് സഞ്ചരിച്ചിരിക്കുന്നത്. നമ്മൾ കവണാറ്റിങ്കര പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കവണാറ്റിങ്കര പാലം. ഈ പാലത്തിൻ്റെ ഇടയിൽ ഓണക്കാലത്ത് ഒരു വള്ളംകളി നടക്കാറുണ്ട്. അവിട്ടനാളിൻ്റെ അന്ന് ഒരു വള്ളംകളിയുണ്ട്, അത് ചുണ്ടൻവള്ളമൊക്കെ പങ്കെടുക്കുന്ന ഒരു വള്ളംകളിയാണിത്. ഇവിടെ നമ്മളിത് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് ആണ് കുമരകം ബേർഡ് സാഞ്ചുറി. ഇതാ നേരെ കാണുമ്പോഴത്തേക്കും മുളയൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്നതാണ്, അതാണ് കുമരകം ബേർഡ് സാഞ്ചുറി. ഇവിടെ ഒരു ബിയർ വൈൻ പാർലറുണ്ട്, പിന്നെ ഗസ്റ്റിന് താമസിക്കുന്നതിനുള്ള കോട്ടേജുകളൊക്കെ ഉണ്ട്. ഇതാ ഈ കാണുന്നത് ഇവിടുന്ന് ഒരു ശക്കലം മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ടാജ് വിവാന്ത ടാജിൻ്റെ ഹോട്ടലാണിത്. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ടാജ് വിവാന്തയുടെ ചേർന്ന് തന്നെയാണ് KVK കൃഷി വിജ്ഞാന കേന്ദ്രം. അതിൻ്റെ ഒരു കൗണ്ടറൊക്കെ ഇവിടെയുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾ ആൾക്കാർക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കൗണ്ടറുണ്ട്. ഇതെല്ലാം റൈറ്റ് സൈഡിലാണ് കേട്ടോ, നമ്മൾ കുമരകത്തേക്ക് പോകുമ്പോഴുള്ള റൈറ്റ് സൈഡ്. ആദ്യം ഇവിടെ ഒരു നാടൻ ചായക്കടയുണ്ട്. കാപ്പി, സംഭാരം, സർബത്ത്, ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് ബാക്കി കാര്യം. അങ്ങനെ നമ്മൾ ദീർഘമായ 2.5 കിലോമീറ്റർ സഞ്ചരിച്ച് 4 പഞ്ചായത്തും 4 പോലീസ് സ്റ്റേഷനും ഒക്കെ കവർ ചെയ്ത് അങ്ങനെ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക്
കുറച്ച് പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീപ്പുങ്കലിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ട് പുതിയതായിട്ടൊരു റോഡ് പണിയുന്നുണ്ട്. മണിയാവറമ്പ് വഴി പോകുന്ന റോഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം എർത്ത് വർക്ക് മണ്ണടിച്ച് ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. ടാറിങ് ഒന്നും ആയിട്ടില്ല. അത്യാവശ്യം വണ്ടികളൊക്കെ പോകാൻ പറ്റുന്നൊരു വഴിയാണ്. നമുക്ക് ആ വഴി ഒന്ന് പോകാം. അത് ശരിക്കും നല്ല ഇപ്പം പിന്നെ എന്ന് വെച്ചാൽ കൃഷിക്ക് മുമ്പായിട്ട് വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന കാരണം പക്ഷികൾ വളരെ കുറവായിരിക്കും. ഇത് ഈ കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ ഒരു ഭാഗവും കൂടി ആയതുകൊണ്ട് നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കോട്ടക്കണക്കിന് പക്ഷികളെ കാണാൻ പറ്റും. പക്ഷേ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് ഞാൻ എന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷികൾ കുറവായിരിക്കുള്ളൂ. വെള്ളമില്ലാതെ പറ്റിച്ചിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കൃഷിയുടെ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടാൽ മതി വരാത്തത്രയും പക്ഷികൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടി പറയുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു കാഴ്ച കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സാഹചര്യം വരുമ്പോൾ അതിൻ്റെ മാത്രമായിട്ട് ഞാൻ നിങ്ങളത് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമ്മളവിടുന്ന് ചായ കുടിച്ചിട്ട് തിരിച്ചിറങ്ങി വീണ്ടും ചീപ്പിങ്ക പാലം ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 10-50 മീറ്റർ മുന്നോട്ട് വരുമ്പോൾ റൈറ്റിലേക്കുള്ള റോഡാണ് നമ്മൾ ആ പറഞ്ഞ റോഡ്. ഒരു പാണ്ടി ലോറി കിടക്കുന്നത്, ഇത് മുട്ട കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ചീപ്പിങ്കിൽ നിന്ന് മണിയാവറമ്പിലേക്കുള്ള റോഡ്. ഒയ്യോ, ഇത് മഴ പെയ്തിരിക്കണ കാരണം റോഡ് ആകപ്പാടെ നാശമായിട്ട് കിടക്കുകയാണ്. നമ്മൾ വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ വണ്ടി തെന്നിപ്പോവും. ചെളിഞ്ഞ് കിടക്കുകയാണ് പലയിടത്തും. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതിലും കൂടുതലായിരിക്കും. അവിടെ കുറച്ചും കൂടി താഴ്ന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഈ പൂഴി ഫില്ല് ചെയ്തിരിക്കുന്ന പരിപാടി മാത്രമല്ല, അതേ 2 പാടാണ് അപ്പുറം ഇപ്പുറം കിടക്കുന്നത്. രണ്ടിടത്തും വെള്ളം കയറ്റിയിട്ടിരിക്കുക. കൃഷി തുടങ്ങിയിട്ടില്ല. വെള്ളം പറ്റിച്ച് കൃഷി തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പക്ഷികളുടെ കാഴ്ചയൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷികളുടെ കളിവിളയാട്ടങ്ങളായിരിക്കും ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇവിടുന്ന് റോഡ് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. തെക്കോട്ടും വടക്കോട്ടും വെട്ടിച്ച് കളിച്ച് വേണം പോകാനായിട്ട്. നടുക്കൊക്കെ കുഴിയാണ്. അവിടെ ഈ വെള്ളം കെട്ടിക്കിടക്കണം. ആ വെള്ളം കെട്ടിക്കിടക്കണമെന്ന് വെച്ചാൽ ചെളിയാണ്. പൂഴിയായത് കാരണം ചെളിയാണ്. അതിങ്ങനെ ചെളിഞ്ഞ് കിടക്കുക. നമ്മുടെ വണ്ടിയുടെ ബൈക്കിൻ്റെ വീല് തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടി ഈ മറ്റേ ഈ അങ്ങാടിക്കുരുവ് പോലുള്ളൊരു പക്ഷിയില്ല, അതിങ്ങനെ പറന്ന് നടക്കുകയാണ് കേട്ടോ. ഇത് കണ്ട ഇവിടുന്ന് ഇനി അങ്ങോട്ട് റോഡ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുറച്ച് കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത സ്ഥലം കിട്ടിയിട്ടുണ്ട്. പക്ഷി നമ്മുടെ മുന്നേ പറക്കണുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു റോഡിൻ്റെ പ്രാധാന്യം എന്താണ്, പ്രത്യേകത എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മളിപ്പോൾ ഈ റോഡിലേക്ക്, ഈ കുഴി ഫില്ല് ചെയ്ത റോഡിലേക്ക് കയറി വന്ന ആ ഭാഗത്തുനിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഇപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ കോട്ടയത്ത് ചെന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകണം. അല്ല എങ്കിൽ ചെങ്ങളത്ത് കുന്ന് കയറിയിട്ട് കുടയമ്പടി വഴി പോകാവുന്നൊരു വഴിയുണ്ട്. ഇത് ഏത് വഴി പോയാലും ഒരു 22-25 കിലോമീറ്റർ ദൂരമുണ്ട്. വീണ്ടും കുഴപ്പമില്ല. പക്ഷേ ഈ പുതിയ റോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദൂരം ഒരു 10 കിലോമീറ്ററിൽ താഴെയായിട്ട് കുറയും എന്നുള്ളതാണ് ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത. അത് തന്നെയല്ല, ഇതുപോലെ ഇത്രയും സുന്ദരമായൊരു സ്ഥലത്തുകൂടി നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. ഒരു പക്ഷി നമ്മുടെ മുമ്പിൽ നിന്ന് പറന്നു പോയിട്ടുണ്ട്. അത് നേരെ വന്നത് വീണ്ടും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട്. വീണ്ടും പറന്ന് ഇതുണ്ട് കണ്ടോ. ഒന്ന് അങ്ങോട്ട് നോക്കി, എന്നാ രസമാണ്. ഈ ഇടയ്ക്ക് ഒരു ഒറ്റം വരതേ കുറേ പക്ഷി വീങ്ങി. ഇതൊന്നുമല്ല കേട്ടോ, ഇവിടുത്തെ പക്ഷികളുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതൊക്കെ ചെറുത്. നമുക്കേ ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഈ കാഴ്ച ഒന്ന് കാണാം. കേട്ടോ, വെള്ളം കയറി, പാടത്ത് വെള്ളം കയറിയിട്ട് കായൽ പോലെയാണ് കിടക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് എവിടെയോ താറാക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. ഒരു വശത്തല്ല, 2 വശത്തും വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്. നമ്മളിതിപ്പോൾ കാണുന്ന ആ ഒരു കര കണ്ട, ഒരു 2-3 വീടൊക്കെ ആയിട്ട് കണ്ട, അത് നമ്മൾ ഈ പാടത്തിൻ്റെ വരമ്പത്ത് താമസിക്കുന്നവരാണ്. ആ വരമ്പിനപ്പുറത്തു കൂടിയാണ് നമ്മൾ നേരത്തെ കണ്ട പെണ്ണാർ തോടെന്ന് പറയുന്ന ആ തോട് ഒഴുകണത്. അതിൽ കൂടിയാണ് ആ ബോട്ട് സർവീസ് പോകുന്നത്. ആ പെണ്ണാർ തോടിൻ്റെ അപ്പുറത്ത് വേറൊരു പാടമുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം മട വീണ, വലിയ മഴ ഉണ്ടായ സമയത്ത് മട വീണ് പോയ കരിമടം പാടം. ആ തോടിൻ്റോട് ചേർന്നിട്ടുള്ള പാടാണ്. അതേ ഇത് കണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, താറാവിൻ്റെ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞില്ല. ഇതേ ഇവിടെയാണ്. ഇതേ ഒരു താറാക്കൂട്ടം റോട്ടിലേക്കൊക്കെ കയറി നിൽക്കുകയാണ്. ഇതിൽ കൂടി അധികം വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം നിങ്ങൾ വളരെ കുറേ ഉണ്ട് കേട്ടോ. ഇത് കുറേ എണ്ണത്തിന് ഇറക്കിയിട്ടിട്ടുണ്ട് ഇവിടെ. എല്ലാം വന്ന് പാടത്തു നിന്നുള്ള മീനിനൊക്കെ പിടിച്ച് നിന്നിട്ട് വന്ന് റെസ്റ്റ് ചെയ്തേ. താറാവിൻ്റെ വള്ളം കണ്ട ഇത്രയും വലിപ്പമുള്ള വെള്ളമൊന്നുമല്ല, തീരെ ചെറിയ വെള്ളമുണ്ട്. ഒരു കാല് കുത്തി നിന്നിട്ട് തുഴഞ്ഞു പോകുന്ന ടൈപ്പിലുള്ള
വെള്ളമൊക്കെ ഉണ്ട്. താറാവ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ. ഇതുണ്ടോ നമ്മൾ ആ താറാക്കൂട്ടം കണ്ടെടുത്തുന്നേ കുറച്ച് മുന്നോട്ട് പോകുന്നു ഇങ്ങോട്ട്. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം കയറി ഇറങ്ങാതെ ഇവിടെയൊക്കെ റോഡ് മോശമാണ്. ഈ പാലത്തിൻ്റെ അപ്രോച്ച് താന്ന് നിൽക്കണത് കാരണേ നല്ല കട്ടിങ്ങാണ് ഇവിടെ. നമ്മളെ കണ്ടിട്ടാണ് തോന്നുന്നത് ഒരു പട്ടി കിടന്നിട്ട് കുരയ്ക്കണുണ്ട്. കുറേ ഓടി വരുവാ. ഇവിടെ ഒരു കുരിശടി പണിതിരിക്കുന്നു. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇതില്ലായിരുന്നു കേട്ടോ. ഇത് പുതുതായിട്ട് പണിത്. അതേ ആ പാടത്തേക്ക് കൂഴിയിട്ട് നികത്തിയിട്ടാണ് ഈ സംഭവം പണിതിരിക്കുന്നത്. ഇത്രയും വിശാലമായിട്ടുള്ള സ്ഥലത്ത് അതങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ കാണാനൊരു ഭംഗിയുണ്ട്. എൻ്റെ പള്ളി പാളി എന്നാണ് തോന്നുന്നത്. ഈ വെള്ളം ഇങ്ങനെ ഇതിട്ട് ഇതിൻ്റെ അകത്ത് കുഴി ഉണ്ടായില്ലെന്നൊന്നും അറിയാൻ പാടില്ല. കുഴിക്കകത്തെങ്ങാനും ബൈക്ക് പോയാൽ ചെറുതായിട്ട് കുഴിയിൽ ഇറങ്ങിയെന്ന് തോന്നണം. കുഴിക്കകത്ത് ബൈക്ക് വീണ നമ്മളൊന്നും ഇവിടുന്ന് സഹായിക്കും. കയറിപ്പോന്നു കുഴപ്പമില്ല. അതുപോലുള്ള സ്ഥലത്തൊക്കെ ചെന്ന് ഈ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. ഇവിടെ ഒരു കടയുണ്ട്. ഞാൻ നേരത്തെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് പുള്ളിക്കാരനായിട്ട് ചില വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോണതാണ്. പുള്ളി ഇന്ന് കട മൊത്തം അടച്ചിട്ട് കടയിലൊക്കെ വെള്ളം കയറിയിരിക്കുക. ഇത് കണ്ട, ഇതാണ് ഇവിടെ ഉള്ളവരുടെയൊക്കെ മഴ പെയ്താലുള്ള അവസ്ഥ. ആ കടക്കകത്തൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. അതാ പുള്ളി അടച്ചിട്ട് പോയത്. ഇത് പുള്ളിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ആ കാണുന്നത്. പുള്ളി പുഴി ഇറക്കിയിട്ടാണെന്ന് തോന്നുന്നത്. വിരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങ് ദൂരെ കാണുന്നതാണ് പുള്ളിയുടെ വീട്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ആൾക്കാരുടെ. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിലായിരിക്കുള്ളൂ. നമ്മളിങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ആ വരമ്പിനൊക്കെ നിന്നിരുന്ന തെങ്ങ്, എൻ്റെ ചോട് എല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ഇനി പമ്പിങ് തുടങ്ങി കഴിയുമ്പോൾ മാത്രമേ ഈ വെള്ളം കുറയുള്ളൂ. ഇതുപോലത്തെ ഈ വെള്ളത്തിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഇവിടെ ഒരു വീട് വെക്കണ കണ്ട. ഇത് ശരിക്കും തറനിരപ്പിൽ നിന്ന് മണ്ണടിച്ച് പൊക്കിയിട്ട് അതിന്റെ പുറത്താണ് ഇത് വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, അത് ഷീറ്റ് കൊണ്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടത്, ഇത് തറ അടിച്ചിട്ട് പുറകോട്ട് GI പൈപ്പിന്റെ കാലയിലാണ് നിർത്തിയിരിക്കുന്നത്. ഇതുണ്ട്, തറ ഈ ഒരു പകുതി ഭാഗം വരെ മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിയിലേക്ക് ഗ്യാപ്പാണ്. കണ്ട, GI പൈപ്പ് നിർത്തിയിട്ട് അതേ നിന്നാണ് ഇതിന്റെ തട്ടടിച്ചിട്ട് വീട് പണിതിരിക്കുന്നത്. സംഭവം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൊത്തം വെള്ളം കയറ്റിയിട്ടിരിക്കുന്നത് കാരണം പക്ഷികൾ വളരെ കുറവായിരുന്നു. പക്ഷെ എന്നാൽ ഈ മണിയാവറമ്പ് റോഡും വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഈ വെള്ളം കയറിക്കിടക്കുമ്പോൾ തന്നെ ഇതിന് ഇത്രയും ഭംഗിയാണെങ്കിൽ നെൽകൃഷി ചെയ്തിട്ട് അങ്ങ് വരുമ്പോൾ ആ ഒരു പച്ചപ്പിൽ വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്കൂടി വരണം വിശാലമായിട്ടുള്ള പച്ച പരവതാനി വിരിച്ച പോലുള്ള പാടങ്ങളായിരിക്കുള്ളൂ. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഉള്ളവരൊക്കെ, നമ്മുടെ ചേർത്തല ആലപ്പുഴയൊക്കെ ഉള്ളവരൊക്കെ എന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മഴയൊന്നും ഇല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷമായിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല സീനറിയിൽ നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാം. അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം. വലതുവശത്തുള്ള ബെല്ലൈക്കൺ, അതിൻ്റെ കാര്യം മറന്നു വരുന്നത്, അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതേസമയം തന്നെ നിങ്ങളുടെ ഡിവൈസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും.